ഹാഡിയേഴ്സ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റിൻ്റെ MSc മാത്തമാറ്റിക്സിൻ്റെ സ്പോട്ട് ഇൻസ്ട്രക്ഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാത്തമാറ്റിക്സ് ക്യുസാറ്റ് ആണ്. അതുപോലെ ഡേറ്റ് എന്ന് പറയുന്നത് 5/7/2024 സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതിനൊരു രജിസ്ട്രേഷൻ ടൈം ഇവർ പറഞ്ഞിട്ടുണ്ട്. 9:30 മുതൽ 10:30 വരെയാണ് രജിസ്ട്രേഷൻ ടൈം. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. 10:30 കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളെ രജിസ്ട്രേഷൻ അനുവദിക്കുന്നതല്ല. അങ്ങനെ ആ രജിസ്റ്റർ ചെയ്ത കുട്ടികളിൽ നിന്ന് കാറ്റ് റാങ്കിൻ്റെ ബേസിലാണ് നമുക്ക് സ്പോട്ട് അഡ്മിഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ വെനു എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാത്സ് ക്യുസാറ്റ് എന്ന് പറയുന്ന ആ വെനു അത് കറക്റ്റായിട്ട് ഗൂഗിളിൽ അടിച്ചു കൊടുത്തിട്ട് തന്നെ വരാം കേട്ടോ. ജസ്റ്റ് ക്യുസാറ്റ് എന്നല്ല നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ടത്, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാത്തമാറ്റിക്സ് എന്ന് അടിച്ചു കൊടുക്കണം. കാരണം ക്യുസാറ്റ് വിശാലമായിട്ടുള്ള ക്യാമ്പസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ജസ്റ്റ് ആ 10:30 ആ ഒരു ടൈമിലൊക്കെ തന്നെ വെറുതെ സമയം കളയാതിരിക്കാനാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. കാരണം നമ്മൾ അവിടെ കറങ്ങി കുറേ ടൈം പോകും. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ കറക്റ്റായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാത്സ് എന്നുള്ള ആ ഒരു സ്ഥലം തന്നെ ഗൂഗിളിൽ അടിച്ചിട്ട് അവിടെ എത്താം കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ വെഹിക്കിളാണ് അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആ ലൊക്കേഷൻ അവിടെ കിട്ടും. അതല്ല നിങ്ങൾ ഇപ്പോൾ മെട്രോക്കൊക്കെയാണ് വരുന്നതെങ്കിൽ മെട്രോയ്ക്ക് അവിടെ വന്നിട്ട് നിങ്ങൾക്ക് യൂബർ ആശ്രയിക്കാം. കറക്റ്റ് മെട്രോയുടെ അവിടെ നിന്ന് നിങ്ങൾക്ക് പിക്കപ്പ് ചെയ്യും. അതല്ല എങ്കിൽ കുറച്ചിങ്ങനെ ഫ്രണ്ടിലേക്ക് നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഓട്ടോ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഓട്ടോക്കാരുടെ അടുത്ത് നിങ്ങൾ ക്യുസാറ്റ് എന്ന് മാത്രം പറയരുത്, നിങ്ങളുടെ ഗൂഗിളിൽ ആ ഒരു ഇതെടുത്തിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാത്സ് ക്യുസാറ്റ് എന്നുള്ളത് തന്നെ അവരോടും പറയാം, ഗൂഗിൾ എടുത്തിട്ട് ആ വഴി തന്നെയാണ് പോകുന്നതെന്ന് ഉറപ്പാക്കുക കേട്ടോ. കാരണം അവിടെ വന്ന് ഇറങ്ങിയിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണമെങ്കിൽ കുറച്ച് നടക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ലൊക്കേഷൻ കൊടുത്തിട്ട് എത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്കിവിടെ വേക്കൻസി സീറ്റ് വന്നേക്കുന്നത് ജനറൽ കാറ്റഗറി 2, ഓൾ ഇന്ത്യ കോട്ട 1, SC ST 2, NRI 2, ലക്ഷദ്വീപ് കോട്ട 1, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ 2, ഇൻ്റലക്ച്വലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ 1 സീറ്റ്. ഇത്രയാണ് സീറ്റ് വേക്കൻസി വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇതിൽ ഇപ്പോൾ വിളിച്ചേക്കുന്നത് കാറ്റ് റാങ്കിൽ വന്നേക്കുന്ന എല്ലാവർക്കും തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അല്ലാതെ ഇന്ന റാങ്ക് മുതൽ ഇന്ന റാങ്ക് വരെയെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും തന്നെ സ്പോട്ടിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്പോട്ട് അഡ്മിഷനാണ്. അന്ന് നമുക്ക് നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ട് ഒരു അഡ്മിഷൻ കിട്ടിയാൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ ഈ കോഴ്സിൻ്റെ ഫീസ് അത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാൻ പറ്റും എത്രയാണ് ഫീസ് എന്നുള്ളത്. ഫീസ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിൽ. അപ്പോൾ ആ ഒരു ഫീസും നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ 10th മുതൽ ആധാറിൻ്റെ കോപ്പി ഒരെണ്ണം കയ്യിലെടുത്തോ, ആധാർ ഒറിജിനൽ ആധാറും കോപ്പിയും ഒരെണ്ണം കയ്യിലെടുത്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ കാറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് കയ്യിലെടുത്തോ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ 10th മുതൽ ഇപ്പോൾ ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നെ ഈ പറയുന്ന ഏതെങ്കിലും റിസർവേഷനിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ അത് പ്രൂഫ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ ഇത് പ്രോസ്പെക്ടസിലുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിലെടുക്കുക. പിന്നെ ഫീസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, പിന്നെ എല്ലാത്തിൻ്റെയും 2 കോപ്പീസ്, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങൾ ഈ അഡ്മിഷന് ചെല്ലുമ്പോൾ എടുക്കുക കേട്ടോ. ബാക്കി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. 048428624661 ആണ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ. സോ നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ അറിയണം എന്നുണ്ടെങ്കിൽ അറിയാം കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.